ആപ്പിൾ ഉൽപ്പന്നങ്ങൾ എന്തായാലും ഇന്ത്യയിൽ നിർമ്മിക്കും എന്നാണ് ആപ്പിൾ സിഇഒ ടിം കുക്ക് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ട്രംപിന്റെ ഭീഷണി ഇങ്ങനെ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ട്രംപ് ആണെങ്കിൽ പറഞ്ഞത് ഇന്ത്യയിലേക്ക് പൊയ്ക്കോളൂ, പക്ഷെ നിങ്ങൾ അവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ 25% തീരുവ അടച്ചതിനു ശേഷം മാത്രമേ വിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പക്ഷെ ടിം കുക്ക് ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യയിൽ തന്നെ നിർമ്മാണശാലകൾ ആരംഭിക്കും, ഇന്ത്യയിൽ തന്നെ ഉൽപാദനം ഉടൻ തന്നെ തുടങ്ങും ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ എന്ന്. എന്റെ ഒരു ചോദ്യം പ്രശാന്ത് സാർ, പഴയ ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ ഒരു തലയെടുപ്പൊക്കെ ഡൊണാൾഡ് ട്രംപിന് നഷ്ടപ്പെടുകയാണോ? അല്ലെങ്കിൽ ലോക പോലീസ് എന്ന് പറയുന്ന ആ ഒരു പദവി മേധാവിത്വമൊക്കെ ഡൊണാൾഡ് ട്രംപിന്, അമേരിക്കൻ പ്രസിഡന്റിന് അന്യം നിൽക്കുന്ന ഒരു കാഴ്ചയാണോ ടിം കുക്കിന്റെ ഉറച്ച വാക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത്? അതെ അതെ, ഗിമിക്ക് എന്ന് പറയും. ഗിമിക്ക് പൊളിഞ്ഞു തുടങ്ങി എന്ന് പറയും. അമേരിക്ക പഴയതുപോലെ അമേരിക്കയുടെ ഗിമിക്കുകൾ ഇനി നടക്കുന്ന ഒരവസ്ഥയിൽ അമേരിക്ക ഇപ്പോഴും ഒന്നാമത് തന്നെ, അല്ലെങ്കിൽ ലോകത്തെ രാജ്യങ്ങൾക്കെല്ലാം അമേരിക്കയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ജിയോ പൊളിറ്റിക്സിനകത്ത് വ്യത്യാസം വരുമ്പോൾ ബുദ്ധിയുള്ള ഒരു മൂന്നോ നാലോ പേര് ഒന്നിച്ചങ്ങ് നിരന്നു നിന്നാൽ തീരാവുന്ന ഒരു പ്രശ്നമൊക്കെ ഉള്ളൂ അമേരിക്കയ്ക്കും അമേരിക്കൻ പ്രസിഡന്റിനും ഒക്കെ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ഇവിടെ തുടങ്ങുമെന്ന് പറയാൻ അമേരിക്കയിലുള്ള ഒരു വ്യവസായി, ലോകത്തുടനീളം ഏറ്റവും വലിയൊരു വ്യവസായിയായിട്ടുള്ള ടിം കുക്ക്, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് തോന്നുന്നു, അദ്ദേഹം പറയുന്നു ഞങ്ങൾ തുടങ്ങും. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾ ചൈനയിലുള്ള നിങ്ങളുടെ ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഞാൻ 25% ടാക്സ് കൂടുതൽ ഏർപ്പെടുത്തും. അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടൊക്കെ പറയുന്നതായിരിക്കും. പക്ഷെ ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം, ചൈനയിൽ നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം, ഇതേ ഉൽപ്പന്നം അമേരിക്കയിൽ നിർമ്മിച്ചാൽ ഇന്ത്യയിൽ 1,00,000 രൂപയ്ക്ക് വിൽക്കുന്ന ഉൽപ്പന്നം ചൈനയിൽ നിൽക്കുമ്പോൾ അത് 1,25,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുകയും അമേരിക്കയിൽ ഉണ്ടാക്കുമ്പോൾ അതൊരു 2-2.5-2.25 ലക്ഷം രൂപയ്ക്ക് മാത്രം വിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള വ്യത്യാസമുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ചൈനയിൽ ആദ്യം ഇവർ പോയി ഈ പറയുന്ന പോലെ വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം അവിടെ ഏറ്റവും കൂടുതലായിട്ട് അവർ ആ ഗവൺമെന്റ് രാജ്യത്ത് ഉടനീളമുള്ള രാജ്യങ്ങൾക്കും കമ്പനികൾക്കും ഒരുക്കിയിരുന്നു. അതുപോലെ സപ്ലൈ ചെയിൻ അതുപോലെയായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ട്രെയിൻ ഗതാഗതം, വ്യോമഗതാഗതം, അല്ലെങ്കിൽ മറ്റെല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനവും സ്കിൽഡ് വർക്കേഴ്സിനെയും ലേബർ കോസ്റ്റും ഒക്കെ കുറഞ്ഞിരുന്നത് കൊണ്ട് ലോകത്തുള്ള രാജ്യങ്ങൾക്കകത്തുള്ള വലിയ വലിയ കമ്പനികൾ എല്ലാം ചൈനയിൽ പോകുന്ന ഒരവസ്ഥ. ഇവിടെ 2014 ശേഷം നമ്മൾ ചെയ്ത പരിപാടി നമ്മൾ അറിയണം. എന്തുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ലോക പ്രസിഡന്റ് അറിയപ്പെടുന്ന ഏറ്റവും കർക്കശക്കാരനായിട്ട് ട്രംപ് പറയുമ്പോൾ പോലും ഞങ്ങൾ ഇന്ത്യയിൽ തുടങ്ങുമെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ 2014 ശേഷം ഇവിടുത്തെ പോരായ്മകൾ: 1, ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു; 2, നമുക്ക് സ്കിൽഡ് വർക്കേഴ്സ് ഇല്ലായിരുന്നു. അന്ന് പറഞ്ഞത്, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, നമ്മൾ യുവത്വത്തിന്റെ ഇന്ത്യയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ പറയാ, 55% യുവാക്കളാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യം, നാരികളെ വിലപ്പെടുത്താൻ നോക്കി. എല്ലാ പ്രോജക്റ്റുകളും അത്തരത്തിൽ പോയി. നമ്മളുടെ ഇവിടെ ഓരോ ഇടത്തുമുള്ള ചെറുപ്പക്കാരെ അവർക്ക് താല്പര്യമുള്ള എല്ലാ ഫീൽഡിലും വേണ്ട ട്രെയിനിങ് കൊടുത്ത് അല്ലെങ്കിൽ പഠിച്ചവനെ അവന് വേണ്ട രീതിയിൽ ഗവൺമെന്റ് ട്രെയിനിങ് കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇവൻ ഈ പണിക്ക് പ്ലംബർ, ഈ പണിക്ക് കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പോ അവരുടെ ട്രെയിനിങ് കഴിഞ്ഞാൽ ഈ പണിക്ക് പ്രാപ്തനാണ്. അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഈ പണിക്ക് പ്രാപ്തനാണ്. ഗവൺമെന്റ് അവന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിദേശ രാജ്യങ്ങളോട് വിട്ടു. അല്ലെങ്കിൽ അവൻ അതേ രീതിയിലായി. എല്ലാ രീതിയിലും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകൾക്ക് വേണ്ട പ്രോത്സാഹനവും അതിനുവേണ്ടിയുള്ള മേക്കിംഗ് ഇന്ത്യ സംവിധാനങ്ങൾ ഉരുത്തിരിച്ചു കൊടുത്തു. പൊന്നെ, ഒരു വണ്ടി ഉണ്ടാക്കുന്നതിനകത്ത്, ഞാൻ ഉദാഹരണം പറയാം, ഇപ്പൊ വണ്ടിയുടെ കാര്യമല്ല, ഒരു മൊബൈൽ ഉണ്ടാക്കുന്നതിനകത്ത് എന്തെല്ലാം പാർട്സ്? മൊബൈലിന്റെ കവർ വേണം, മൊബൈലിന്റെ പുറവശത്തെ കവർ വേണം, അതിനകത്ത് ബാറ്ററി വേണം, അതിനകത്ത് ഓരോ സർക്യൂട്ട് വേണം. ഒരുത്തൻ അവിടെ ഇരുന്ന് 10-30,000 രൂപ ഗവൺമെന്റ് മേടിച്ചിട്ട് അവരൊരു നട്ടുണ്ടാക്കും, ഇപ്പുറത്ത് ഇരിക്കുന്നവനൊരു വയറുണ്ടാക്കും, അപ്പുറത്ത് ഇരിക്കുന്നവന് സംവിധാനം ഉണ്ടാക്കും. ഇത് നേരത്തെ ചൈന ചെയ്തത്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് വരുമ്പോൾ ഒരു മൊബൈൽ ആവും. ഈ രീതിയിലേക്ക് ഓരോ ആൾക്കാരെയും നമ്മൾ സ്കിൽഡ് വർക്കേഴ്സിനെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കി കൊടുത്തു. സ്ത്രീകളെ പ്രാപ്തരാക്കി. മേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം കൂട്ടിക്കൊടുത്തു. അതേ രീതിയിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തു. അപ്പം ആരിവിടെ വന്നാലും ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതിനകത്ത് നമ്മൾ തമിഴ്നാട് ഗവൺമെന്റിനെയും അല്ലെങ്കിൽ തെലങ്കാനയിലെ ഗവൺമെന്റ് ഉണ്ട്, റേവന്ത് റെഡ്ഡിയൊക്കെ. ഇവിടെ കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. കേരളത്തിലെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ BJP-യുടെ റോഡ് പറ്റത്തില്ല, കോൺഗ്രസ്സുകാരൻ തുടങ്ങും. BJP-യുടെ ഫണ്ട് പറ്റത്തില്ല, ഇയാൾ BJP-യുടെ അമ്മാച്ചനാ.
റേവന്ത് റെഡ്ഡി 4 ദിവസം കൊണ്ട് വ്യവസായം തുടങ്ങാൻ പറ്റുന്നത്, കോൺഗ്രസ് ഭരിക്കുന്നേ. ഈ പറയുന്നവന്മാർ അവിടെ നിന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? 9 ദിവസം കൊണ്ടാണ് ഈ പറയുന്ന UP-യിൽ 4 ദിവസം കൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന റേവന്ത് റെഡ്ഡിയുടെ അവിടെ വ്യവസായം തുടങ്ങാൻ ചെല്ലും. ഈ ഓൺലൈനിൽ കൊടുത്താൽ മതി, ചെക്ക് ചെയ്യും, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഉടനെ വരും. മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഈ പറയുന്ന UP മുഖ്യമന്ത്രി അല്ലെങ്കിൽ റേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരുത്തിനും കളിപ്പിക്കാൻ ഒക്കത്തില്ല. പിന്നെന്താ കുഴപ്പം? ആവശ്യം പോലെ വസ്തു, സംവിധാനങ്ങൾ എല്ലാം കൊടുക്കും. ഈ പറയുന്ന സ്കിൽഡ് വർക്കേഴ്സിനെ കൊടുക്കും. ചൈനയെ തുടങ്ങുന്നതിനെക്കാട്ടി ലേബർ കോസ്റ്റ് കുറവാണ്. അപ്പൊ പിന്നെ ആൾക്കാർ വരും, അവനവന്റെ ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സപ്ലൈ ചെയിൻ വലുതാണ്, ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം വലുതാണ്. അതുകൊണ്ട് ആ ടിങ്കുക്ക് പറഞ്ഞ ഇയാൾ അവിടെ നിന്നില്ലേ, ഞാൻ ഇവിടെ തുടങ്ങും, ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങിയേ നോക്കൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുത്തെ ടേൺ ഓവർ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ വലിപ്പത്തിൽ ലാഭമുണ്ട്, അതിനെക്കാട്ടി സജ്ജമായി. അതുപോലെ ഈ പറഞ്ഞതുപോലെ നമ്മളെ എന്താ പണ്ട് ആൾക്കാർ ഇവിടെ വന്ന് വ്യവസായം ചെയ്യാറുള്ളത്? 2014 മുമ്പ് ആർക്കും എന്റെ പൊന്ന് നീതു 6 മാസം കൂടുമ്പോ 7 ബോംബ് കിട്ടും. ഏതെങ്കിലും വ്യവസായികൾ കാശ് കൊണ്ട് മുറക്കി ഇവിടെ വരുവോ? ഇപ്പം ഏറ്റവും അവസാനം ഇവന്മാര് ഈ 2014 ശേഷം ഇവിടെ ബോംബ് സ്ഫോടനങ്ങളും ഒന്നുമില്ല, രാജ്യം സുരക്ഷിതത്വമാണെന്നുകൊണ്ട് റിസ്ക് എടുത്ത് പകൽഗാമിൽ ഈ പറഞ്ഞതുപോലെ കാശ്മീർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന ഈ പറയുന്ന ആൾക്കാർ അവിടെ വന്നപ്പോൾ അവിടെ ഇപ്പൊ കാശ്മീരിൽ ആൾക്കാർ ചെല്ലുന്നില്ല. ആൾക്കാർ ഭയന്നു, അവിടുത്തെ ടൂറിസം നശിച്ചു, ആ രാജ്യത്തെ വ്യവസായികൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. കാരണം ഇതുപോലെ ഇന്ത്യയിലുടനീളം ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സിനെ തടസ്സം നിർത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെ ഉള്ളവർ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇത് തടയിട്ടു. 2014 തൊട്ട് സുരക്ഷിതമായിട്ട് ഇന്ത്യ കാണിച്ചു കൊടുത്തു. ഇന്ത്യയിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല, ഒരക്രമവും ഉണ്ടാവത്തില്ല, ഒരു നഷ്ടവും വരത്തില്ല. അതിന് വിഘ്നം നിൽക്കാൻ വേണ്ടിയാണ് പലവട്ടം ആലോചിച്ച് റിസ്ക് എടുത്ത് ഇപ്പൊ പകൽഗാം ആക്രമണം നടത്തിയത്. അതിന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടിയും കൊടുത്തു. ആ തിരിച്ചടിക്കകത്ത് ഈ പറയുന്നത് പോലെ നമ്മളെ നാളെ കാലത്തെ ഡെവലപ്മെന്റ്സിന്റെ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. ഇവിടെ കയറി കളിച്ചാൽ കളിക്കുന്നവനെ തീർത്തിട്ടേ ഇന്ത്യ നിൽക്കത്തുള്ളൂ. അത്രയ്ക്ക് ശക്തമാണ് ഇന്ത്യ. നിങ്ങൾ പോന്നോളൂ, നിങ്ങൾ സുരക്ഷിതരാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പറയുന്നത് പോലെ ഒരു വലിയ യുദ്ധം നടന്നിട്ടും ഇന്ത്യ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ 4ാമതായി. 5ാമതിൽ നിന്ന് നമ്മൾ 4ാമതായി. ഏത് രാജ്യം വരും ഇത്രയും യുദ്ധം കഴിഞ്ഞിട്ട്, കോടാനുകോടി രൂപ കഴിഞ്ഞിട്ട്? അല്ലെങ്കിൽ നമ്മളെ ഏതെല്ലാം ഗ്രാഫും നമ്മുടെ മേപ്പോട്ടാണല്ലോ, താപ്പോട്ട് തരുന്നില്ലല്ലോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് നീങ്ങി ഇന്ത്യ, വളരെ കൃത്യമായിട്ട് നീങ്ങി. ഇന്ത്യ ഒരുക്കി നരേന്ദ്രമോദി, സ്ത്രീകളെ ഒരുക്കി, യുവാക്കളെ ഒരുക്കി, ഈ രാജ്യം ഒരുക്കി, ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി, വളരെ കൃത്യമാക്കി. അതുകൊണ്ടാണ് പോളാപുല്ല ട്രംപ് ഞങ്ങൾ ഇന്ത്യയിൽ തുടങ്ങുമെന്ന് ആപ്പിളുകാരൻ പറഞ്ഞത്, ട്രംപിനോട് പറഞ്ഞത്. ട്രംപ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ അടുത്ത് താരിഫിന്റെ കാര്യം ചർച്ച ചെയ്യാൻ പോകുമ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് 20, ഇയാൾക്ക് 10, മറ്റവൻ 50 എന്നൊക്കെ പറയുന്നിടത്ത് ഇന്ത്യ അടുത്ത് ജയശങ്കർ അടുത്ത് അടുത്ത ദിവസം ചെല്ലാൻ പറഞ്ഞേക്കുവാ. ജയശങ്കർ ആദ്യം പോയേക്കുന്നത് എവിടെയാണെന്നറിയാം? റഷ്യയിലാണ് പോയേക്കുന്നത്. റഷ്യ പോയി നല്ല ഉഗ്രൻ ഒരു കച്ചവടത്തിന്റെ ഒരു 2 പ്ലാൻ കൊണ്ട് ഇതാക്കും, എന്നിട്ട് വെളിയിലോട്ട് വിടും. അവിടെ ചെല്ലുമ്പോ കൊച്ചാട്ടൻ പറയും, എടേ നമ്മളുള്ള കാര്യം അവനോട് സംസാരിച്ച് വൃത്തിയായിട്ട് നിന്ന് അവനുമായിട്ട് ഒരു കച്ചവടം ഉണ്ടാക്കാൻ നോക്ക്. ട്രംപിന്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞു കൊടുക്കും, അവൻ വേറെ വെളി കച്ചവടം ചെയ്യുന്നവന്, അവൻ ഈ പണ്ട് കണ്ട ഇന്ത്യയിലെ പ്രധാനമന്ത്രി അല്ലെ പ്രസിഡന്റ് ഒന്നും അല്ല, വേറെ ഐറ്റമായിപ്പോ ഇന്ത്യ ഭരിക്കുന്നു. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെയും മൈൻഡ് ചെയ്യത്തില്ല. അയാൾ പറയുന്നതൊക്കെ ഒരു പരിധി വരെ നിന്ന് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവന്ന് ഇന്ത്യ വിൽക്കുക, അല്ല കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ താരിഫ് പറയും, നമുക്ക് പ്രയോജനമുള്ള താരിഫ്. കഴിഞ്ഞ ദിവസം ജയശങ്കർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, പ്രധാനമന്ത്രി അല്ല പറഞ്ഞു, ജയശങ്കർ പറഞ്ഞു, നമ്മൾ ചർച്ച ചെയ്താൽ നമുക്ക് പ്രയോജനമുള്ള കാര്യമാണെന്ന് തോന്നിയാൽ ചർച്ച തുടരും, അല്ല ചർച്ച അവിടെ നിർത്തും. ആരോടാ ചർച്ച ചെയ്യാൻ പോകുന്നത്? അമേരിക്കൻ പ്രസിഡന്റിനോടാ, അമേരിക്കയോടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആരാ സംസാരിക്കുന്നത്? ഇന്ത്യ സംസാരിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോന്ന് ഇതിനു മുമ്പ് പറ്റുമായിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ ഭരിച്ചവന്മാർക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നോ? ആ ലെവലിലേക്ക് ഇന്ത്യയിൽ എത്തിച്ചത് കൊണ്ടാണ് പറയുന്നത്, ട്രംപ് പറഞ്ഞാലും ടിൻകുക്ക് പോകും, സാംസങ് ഇവിടെ തുടങ്ങും, അല്ലെങ്കിൽ സാംസങ്ങിനെ ഇയാൾ വരട്ടി എല്ലാം തുടങ്ങും. ഞാൻ ചോദിച്ചോട്ടെ, ഇയാളെ ഭരണത്തിൽ കൊണ്ടുവന്ന മസ്ക് ആണല്ലോ. മസ്കിന്റെ കാറിന്റെ പല കോമ്പണൻസും ഈ ഉണ്ടാക്കുന്ന ചൈനയാണല്ലോ. അതേ നടക്കൂ. അതിന് ചൈനയുടെ സ്നേഹം മസ്കിന് ഉണ്ടായിട്ടില്ല. ചൈനയിൽ അമേരിക്കക്കാട്ടിൽ ലേബർ കോസ്റ്റ് കുറവാ. ലോകം മൊത്തം വ്യവസായമായിട്ട് മത്സരിക്കുകയാണ്. അതിനകത്ത് ഇപ്പൊ അവിടെ കൊണ്ടുവച്ച് പണിയാൽ ഇവിടെ 30 രൂപയ്ക്ക് പണിയാൻ പറ്റുന്നതിന് അവിടെ 130 രൂപയ്ക്കാണ് പണിയുന്നത്. അവന്റെ ഒരു മാസത്തെ ശമ്പളമാണോ ഇന്ത്യയിലുള്ള ഒരു സ്കിൽഡ് വർക്കേഴ്സിന്റെ ശമ്പളം? അമേരിക്കയിൽ ഒരു മാസത്തെ ഒരുത്തന്റെ ശമ്പളമാണോ ഇന്ത്യയില്, ചൈനയില്? അപ്പൊ അവര് നോക്കുമ്പം അതിനെക്കാട്ടി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ അതിന്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി താഴ്ന്ന റേറ്റിൽ ഇവിടെ പണിയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് വ്യവസായം അതേ രീതിയിലേ ഒക്കത്തുള്ളൂ. ഇതിനകത്ത് വ്യവസായം പണ്ട് വരാതിരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ വൃത്തിയായിട്ട് വ്യവസായം ചെയ്ത് ലോകത്ത് മൊത്തം കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും സ്കിൽഡ് വർക്കേഴ്സും അതിനുള്ള സാഹചര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, സുരക്ഷിതത്വം ഇല്ലായിരുന്നു. ഇപ്പൊ എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരും, ആര് പറഞ്ഞാലും രക്ഷയില്ല. കാരണം നമ്മൾ അങ്ങ് നേരെ നിന്നാൽ എല്ലാം അങ്ങ് ശരിയാകും. അതാണ് അതിന്റെ കാര്യം. അതാണ് നരേന്ദ്രമോദി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്.
പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ട്രംപിനോട് പോയി പണി നോക്കാൻ ആപ്പിൾ മുതലാളി വരെ പറയുന്ന ഒരു കാഴ്ച. അതുകൊണ്ടാണ് ടിം കുക്ക് ഉറപ്പിച്ച് പറയുന്നത് ഇന്ത്യയിൽ എന്തായാലും വ്യവസായം നടത്തും, ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന്. ട്രംപിന്റെ ഭീഷണി വിലപ്പോകില്ല. കാരണം ആപ്പിൾ പോലെയുള്ള ഒരു ഉൽപ്പന്നത്തിന് നമുക്കറിയാം എത്ര വിലയേറിയ അല്ലെങ്കിൽ എത്ര മികച്ച ഗാഡ്ജറ്റുകളാണ് ആപ്പിളിൽ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഉൽപാദന മൂല്യമുള്ള വസ്തുക്കൾക്ക് ഇന്ത്യയിൽ ഒരു നിർമ്മാണശാല ഒരുക്കുമ്പോൾ വേണ്ടുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ രാജ്യത്ത് ലഭ്യമാണ് എന്നത് ട്രംപിന് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുമ്പോൾ രാജ്യത്തിനുണ്ടാവുന്ന വളർച്ചയും അമേരിക്ക പോലെ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പോലെ ഒരു പ്രസിഡന്റിന് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. എന്തായാലും ടിം കുക്ക് ഉറപ്പിച്ച് പറയുകയാണ് ഇന്ത്യയിൽ ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ ഉൽപാദനം ആരംഭിക്കുമെന്ന്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.